ബിഗ് ബോസ് താരങ്ങളുടെ വിഴുപ്പലക്കലാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിയാസ് കരീമായിരുന്നു കുറച്ച് ദിവസം വരെ ട്രെൻഡിങ്ങിൽ പുറകിൽ തന്നെയുണ്ട്. പക്ഷേ മുൻപന്തിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫിറോസ് അതെ, സജ്ന നൂറുമാണ്. എന്തിനാണല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഇതൊക്കെ കണ്ട് ക്ഷമകെട്ടിരിക്കണം എന്നാണ്. അല്ല, നമ്മളിതൊക്കെ കാണാതിരിക്കണമുണ്ടല്ലോ ഇങ്ങനെയുള്ളവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഇടാക്കി മാറ്റുമല്ലോ ഇവരെല്ലാം. അങ്ങനെ തോന്നിയിട്ടില്ലേ? അതെ, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ എന്തെല്ലാം കാര്യം മുൻ ഭർത്താവിനെതിരെയുള്ള ആരോപണങ്ങളാണ്. മുൻ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാനെതിരെ സജ്ന നൂറ് പറയുമ്പോൾ സജ്ന നൂറിന് സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാമായിരുന്നു. ശരി, ഇത് നിങ്ങളുടെയും എൻ്റെയും പേഴ്സണൽ കാര്യമാണ്, ഇത് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ വിളമ്പേണ്ട ആവശ്യമില്ല, എനിക്കതിനോട് താല്പര്യമില്ല. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി ബന്ധപ്പെട്ടുള്ളൊരു വിവാദമാണ്, ഒരു ആരോപണമാണ് ഫിറോസ് ഖാൻ സജ്ന നൂറിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾക്ക് ഹരം കൊള്ളുകയാണ്. ഈ വെറുതെ ഇരിക്കുന്നവരായി സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ട്രെൻഡിങ് ആവാറില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള അപസർപ്പക കഥകളും അപവാദ കഥകളും ഒക്കെയാണ്. അല്ല, ഈ നമുക്ക് ഈ ഫിറോസിന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഷിയാസിനെ പറയുന്ന പോലെ ഫിറോസും വൈഫും ആയിട്ടാണ് ബിഗ് ബോസിലെ ഷോയിൽ നമ്മൾ കണ്ടേക്കണത്. ആ ഷോയിൽ ഫിറോസ് ഒരു അറഗൻ ടൈപ്പ് ഒരാളായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഷോയിൽ തന്നെ ഇനിയിപ്പോൾ അത് മേക്ക് ചെയ്താണോ നമുക്കറിയില്ല, സ്ക്രിപ്റ്റഡ് ആണോ എന്നറിയില്ല, എന്നാൽ പോലും ഭാര്യയെ ഒരു അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു പലപ്പോഴും പുള്ളിയുടെ ടോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിവാദം ഇങ്ങനെ ഉണ്ടായി, സജ്നയുടെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു, അവരുടെ ഒരു വേഷൻ വേറെ വരുന്നു, ആ ഒരു വേഷൻ വന്ന് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഫിറോസിൻ്റെ ഒരു വേഷം വരും. ഈ വേഷനുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരൊരു സ്ത്രീയാണ്, അവർക്ക് ഒറ്റൊരു കാര്യം ചെയ്യാം, പോട്ടെ പുല്ലേ, ഇവനിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരുത്തിനെ സഹിക്കേണ്ട കാര്യമില്ല, അവൻ്റെ കുറച്ച് കുട്ടികളും ഉണ്ടാവും കയ്യിൽ, അതായത് 2 കുട്ടികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 3 കുട്ടികളായിക്കോട്ടെ, അവർക്കൊരു തൊഴിലുണ്ട്, അവർ വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ലേഡിയാണ്. ഇന്നെന്തോ ഞാനൊരു രാവിലെ ഒരു വീഡിയോ കണ്ടിരുന്നു, അവർ സിസ്റ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടിരുന്നു. പക്ഷെ അവരിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് കൂടിയല്ലേ, അവർക്ക് സ്വന്തമായിട്ട് നല്ല കേപ്പബിളുള്ള ലേഡിയാണ്, അത്യാവശ്യം നല്ല സൗന്ദര്യമുണ്ട്, നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു സീരിയലുകളിൽ നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. കാരണം ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ഒരു ജീവിക്കേണ്ട ഒരു ലേഡിയായിട്ട് എനിക്ക് സജ്നേനെ തോന്നുന്നില്ല. സജ്ന മുന്നോട്ട് പോവുക, അവർ ഇത് കേസുമായിട്ട് ഫയൽ ചെയ്ത് അവർക്ക് ഒരു വേർപിരിയലാണ് താല്പര്യമെങ്കിൽ വേർപിരിയുക, എന്നിട്ട് അവർ ആ കുട്ടികളെ നോക്കി അവരുടേതായ രീതിയിൽ താമസിക്കുക, ജീവിക്കുക, നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ ഫിറോസിനെ. അല്ലാണ്ട് ഈ വിഴുപ്പലക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. ഭർത്താവ് ഒരു വഴി പോയി എന്ന് ഭാര്യ പറയും ഭർത്താവ് ഇത് അവളുടെ കൂടെ കണ്ടു, അവിടെ ഒരു കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ, എന്നിട്ട് അടിയിൽ ഒരു മെൻഷൻ ചെയ്ത് പറയും മറ്റൊരു സ്ത്രീയെ ചുംബിക്കുന്ന കണ്ടു. ഇങ്ങനെയൊക്കെ കണ്ട് എന്തിനെ സഹിച്ചു? ആ സ്പോട്ട് ചെയ്തുകൂടായിരുന്നു? ഇത്രയും കാലം എടുക്കണമായിരുന്നോ? എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കട്ടെ, ഒരു നമ്മുടെ സ്വന്തം ഭർത്താവ് ഒരു വേറൊരു സ്ത്രീയെ ചുംബിക്കണമെങ്കിൽ പോയി ആ സ്പോട്ടിൽ തല്ലൂല്ലേ? ഞാൻ തല്ലും, പ്രജിതയും തല്ലും, ഈ ലോകത്തുള്ള ആരും തല്ലും. അത് ഭർത്താവ് ഭാര്യയെ കണ്ടാലും തല്ലും, സ്വാഭാവികമാണ്. അല്ലാണ്ട് എന്താണ്, നീ എന്ത് സാഹചര്യത്തിലാണോ ഉണ്ടായേ, അല്ലെങ്കിൽ അതിലൊരു എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല ആരും കാരണം നീ ഞാൻ നിന്റെ എന്നൊരു സാധനത്തിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോകുന്ന ഒരു ജീവിതം. അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കാം. പക്ഷെ ഇപ്പോ ഫിറോസ് പറഞ്ഞിരിക്കുന്നത്, സജ്ന പറയുന്നത് ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു എന്ന് പറയുന്നു, ഫിറോസ് പറയുന്നു ഇതുപോലെ പല സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്, ഞാൻ അവളെ സഹിച്ചത്. എന്തിനാ നിങ്ങൾ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ച് മറ്റുള്ളവർ, ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ അങ്ങനെ കണ്ടുകൊണ്ടാണ് ഭാര്യ പോകുന്നതെന്ന് പറയുന്നു. 2 പേരും അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ടോക്കിനാണ്. എന്തിനാ ഈ കുട്ടികളെ ഓർത്ത് ഇങ്ങനെ? ഇവർക്ക് ആവശ്യമുള്ളതല്ല ഇവർ മറ്റുള്ളവരുടെ കൂടെ ചെയ്യുക, എന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയാന്നും പറയും. ഇതിനെ നാണക്കേട് ചുമക്കുന്ന ആരാ? സത്യത്തിൽ കുട്ടികളല്ലേ. കുട്ടികൾക്ക് അതൊരു ബാധ്യതയാണ് വലുതാവുന്നത്. സജ്ന തന്നെ പറയുന്നുണ്ട് കുട്ടികളെ ഓർത്ത ഈ നിമിഷം വരെ പറയാണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സജ്നയെ സംബന്ധിച്ച് സജ്ന ഈ പറയുന്നത് പോലെ ഇതിനു മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് സജ്ന ഫിറോസ് ഖാൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയായാലും ഒരു ആളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കാണുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും സഫർ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത്, അത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും. കാരണം
ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ്ഡ് വ്യക്തിയല്ല. ഇതിനു മുമ്പ് ഒരാൾ പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും, ഇയാളുടെ ഇത്തരത്തിലുള്ള സ്വഭാവം കൊണ്ടായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും സ്വാഭാവികമായി. ഇപ്പോൾ ഫസ്റ്റ് ടൈം ന്യൂലി അങ്ങനെ മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്ത് സ്വഭാവമാണ് എന്നായിരിക്കും. പക്ഷേ രണ്ടാമത് നമ്മൾ ഭാര്യ ഉപേക്ഷിച്ച ഒരാൾ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊരുത്തക്കേട് തോന്നുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും അതായത് ആദ്യത്തെ നേരത്തെ ആള്. ഒരു അനുഭവം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ സെക്കൻഡ് മാരേജിൽ കൂടുതലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നത് ഞാൻ കണ്ടേക്കുന്നത്. കാരണം നമ്മളുടെ കുറവുകൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതെ. എവിടെയാണ് നമുക്കൊരു താളപ്പിഴ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിൽ പറ്റിയെന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായ പുരുഷനും സ്ത്രീയും ആയിരിക്കും കൂടുതൽ പേരും രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആ ഉണ്ടായ പ്രശ്നങ്ങൾ അവരത് ഓവർകം ചെയ്യാൻ അവർ സ്വയം കേപ്പബിൾ ആവും. മറ്റൊരു കാര്യം സജന പറഞ്ഞത് എന്ന് പറയുന്നത് 17 വയസ്സുള്ള, അതായത് ഉം. സ്വന്തം മകളാവാൻ പ്രായമുള്ള പ്രായമുള്ള ഒരു ഒരു കുട്ടിയെ കുട്ടിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഉം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് സജന അതിനെതിരെ പിന്നെ പ്രതികരിച്ചില്ല എന്ന് അന്ന് പറയുന്നത് പ്രതികരിക്കുക അന്ന് ഇക്കയായിരുന്നു, ഉം. ചക്കയായിരുന്നു, മാങ്ങയായിരുന്നു. ആ പറയുന്നത് ശരിയല്ല. കാരണം 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സജനയുടെ അത്തരത്തിൽ മോളുടെ ഉപയോഗിക്കും. പ്രായം. പ്രായം. അതെ. ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു, അത് ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ ഇനി അത് അവരുടെ സമ്മതപ്രകാരമോ അല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി സജന അങ്ങനെ കുട്ടികളെന്ന് പോകുന്നുണ്ട്. പറയുമ്പോൾ ഇങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് അവളത് പറയുമ്പോൾ പുള്ളിക്കാരി പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുള്ളതല്ലേ, അവരുടെ കരിയർ ആ കുട്ടി അവരാലോചിച്ചിട്ടുണ്ടോ? ഇവർക്ക് രണ്ടുപേർക്കും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡിവോഴ്സ് ചെയ്ത് രണ്ടുപേരും എൻജോയ് ചെയ്ത് ജീവിച്ചുകൂടെ? ആ കുട്ടികൾക്കുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ചെയ്താ മതി. അല്ലാണ്ട് ഇവിടെ ഇട്ട് ഇതിങ്ങനെ മറ്റേ അവിടുന്ന് കുറച്ച് പേര് കുറച്ച് സദാചാരം അവർ പറയും, കുറച്ച് സദാചാരം ഇവർ പറയും. ഈ സദാചാരം ഇവിടെ ഞങ്ങളെല്ലാം മറ്റേ പതിവ്രതകളാണ്, പതിവ്രതന്മാരാന്ന് പറയേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? അവനവന്റെ രീതിയിൽ ജീവിച്ചു അത് പോയിക്കൂടെ. ഇപ്പൊ ഇവിടെ ഒരു നിയമമുണ്ട്. അല്ലാണ്ട് ഇതിൽ നിങ്ങൾ മറ്റൊരു ഒന്നിച്ച് കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതിങ്ങനെ കുമ്പസാരം നടത്തിയെന്ന് പറഞ്ഞ് ഇവർക്ക് ആർക്കും ഡിവോഴ്സ് കിട്ടാനോ കിട്ടാതിരിക്കാനോ പോണുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷേ ആ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ ഇത് മനഃപൂർവ്വം അതായത് ഇതിന്റെ പ്രേക്ഷകരെ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പണത്തിന് വേണ്ടിയുള്ള തട്ടിപ്പാണോ? അതും ചിന്തിക്കണം. കാരണം ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ എന്ന് പറഞ്ഞാൽ ഒന്നില് ഫേസ്ബുക്ക് ലൈവ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ചാനലായിരിക്കാം. ഇതിലൂടെ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നമുക്കറിയാം പല ആളുകളും എന്താണ് മോഡേൺ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവർ തന്നെ പൈസ കൊടുത്തിട്ടായിരിക്കണം എഴുതുന്ന നമ്മളെ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള പല സോഷ്യൽ മീഡിയ പേജുകളുമുണ്ട്. അതിസുന്ദരിയായി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ വണ്ണമുള്ള സ്ത്രീ ആണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും, വണ്ണം കുറഞ്ഞതാണെങ്കിൽ നീല സാരിയിൽ തിളങ്ങി നീല കണ്ണുകളുമായി എന്നൊക്കെ പറഞ്ഞ അതെ 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 പല പല വീഡിയോകളും ഉണ്ട്. അങ്ങനെയുണ്ട്. എന്നൊക്കെ പറഞ്ഞ ഇത് സമൂഹത്തിന്റെ സത്യം പറഞ്ഞ സെക്ഷൽ ഒരു അരാജകത്വത്തിന് അല്ലെങ്കിൽ ആ ഒരു ടെംപ്ടേഷനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ പറയുന്ന കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരിത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു ഹരമാണ്. വീണ്ടും വീണ്ടും വീഡിയോസ് കാണുമ്പോൾ ആർക്കാണ് പണം കിട്ടുന്നത്? ഇതേ സിറ്റുവേഷനിൽ പോകുന്ന ഇത് നമ്മുടെ കേരളമാണ്, അല്ലെങ്കിൽ ഇന്ത്യയാണ്, അല്ലെങ്കിൽ ലോകമാണ്, എന്തൊക്കെ പറഞ്ഞാൽ ഇതേ സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കിത് കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ആ ഒരു ട്രോമയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കത് കേൾക്കുമ്പോൾ ഒരു ഫീലിങ്സ് തോന്നും, അവരതിനൊരു ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു ഫോളോ ചെയ്യും. അപ്പോൾ സേഫായിട്ടിരിക്കാൻ പറയുന്നു. അവർക്ക് കുറച്ചൊരു കൂട്ടം ആളുകളുണ്ട്, ഫാൻസ്. ഈ സഹതാപം പറഞ്ഞുകൊണ്ടും ഫാൻസ് ഫോളോയിങ് ഉണ്ടാക്കുക എന്ന് പറയുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം ഇവരൊക്കെ ഇനി നാളെ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഇവരെ ഒന്നില്ലെങ്കിൽ ഒരു ഇരയായിട്ടൊന്നും ഫിറോസിനെയും സജിനെയും ഒന്നും ആരും കാണുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു ഇരവാദം ഒന്നും രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഈ പറയുന്ന കേരളത്തിലുള്ള ഒരു മനുഷ്യനും രണ്ടുപേരെ ഷിയാസ് കരീമിന്റെ കാര്യം, എനിക്ക് ഷിയാസ് കരീമിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ 60 വയസ്സുള്ള സ്ത്രീയാണത്. ആ സ്ത്രീയിൽ നിന്ന് ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച്, അതായത് അയാളുടെ ഒരു ലൈം ലൈറ്റിലുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് മുതലെടുക്കുന്നത്. ഈ മുതലെടുക്കുമ്പോൾ നിന്ന് കൊടുക്കുന്നത് എന്തിനാണ്? എന്നിട്ട് ഈ സ്ത്രീ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് മഹർ കൊടുക്കാനുള്ള പണം, കല്യാണം നടത്താനുള്ള പണം പോലും ഈ സ്ത്രീയിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ രണ്ട് ഭാഗം നമുക്ക് ചിന്തിക്കാം. ഒരു വിഭാഗം പറയും അത് അവരുടെ ഒറ്റപ്പെടലിൽ ഇവർ ചെന്ന് അവരെ ഈ പറയുന്ന പോലെ ആകർഷിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ മുമ്പിലൂടെ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ കടന്നു പോകുന്നതാണ്. ജാഗ്രതയോടെ ഇരിക്കേണ്ടതും
കുറച്ചൊക്കെ പെണ്ണുങ്ങൾ കൂടിയല്ലേ? ഇതിൽ ജാഗ്രതയോടെ പെണ്ണുങ്ങളിരിക്കും ആണുങ്ങളിരിക്കും എന്നൊന്നും അല്ല കച്ചി എനിക്ക് തോന്നുന്നത്. ഉം. കാരണം നമ്മൾ ഈ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്നതാണ്, ഇതൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, പലതരത്തിലുള്ള മനുഷ്യരാണ്, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റ് വരുമ്പോൾ ഇതങ്ങ് ഒഴിവാക്കുക. അതെ. ഇത് ഒഴിവാക്കിയാൽ തന്നെ ഇതിന് റീച്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ റീച്ച് ഇല്ലാണ്ട് വന്നിരിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ആ ടോപ്പിക്കിന് വ്യൂവേഴ്സ് കൂടുമ്പോഴാണ് നമ്മളും അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തം. ഇപ്പം നമ്മൾ എന്ത് കണ്ടൻറ്റാണോ പറയുന്നത് ആ കണ്ടൻറ്റിനൊരു റീച്ച് കിട്ടുന്നു നോക്കിയിട്ട് നമ്മളും സംസാരിക്കുന്നത്, ശരിയല്ലേ? അതെ. അതേപോലെ ഇങ്ങനെയുള്ള ആളുകൾ നിലവിൽ ഈ വരുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. സ്വന്തം അമ്മയുടെ പ്രായം ഉണ്ടെന്ന് ഓർക്കണം. അതെ. എന്നിട്ട് ഒരു അവര് മോനെ തള്ളി പോലെ പറയുമ്പോ അത് പറയുന്നുണ്ട്. ഒരു മോനെ പോലെ കണ്ട ഒരു സ്ത്രീയാണ് അവർ ഇങ്ങനെയുള്ള ഒരു ബന്ധം. ഇപ്പം പ്രായമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും ആട്ടോ, ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിയമമാകണം, എനിക്കങ്ങനെ തോന്നണേ. കാരണം ഇങ്ങനെ ഈ പബ്ലിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വരുമ്പോൾ, ഇവർക്കൊരു സെപ്പറേഷനിൽ വരുമ്പോൾ അതൊരു നിയമമായിട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിലേക്ക് പോവാത്ത രീതിയിൽ അതൊരു നിയമമാക്കി മാറ്റാൻ പറ്റിയാൽ ഇതൊക്കെ കുറച്ച്, കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുട്ടി നിയന്ത്രണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ മാറും. കാരണം എന്നും പറയാനുള്ള ഒരു ലൈസൻസാണ്, അല്ലെങ്കിൽ വഴിയെ പോകുന്നവർക്ക് മുഴുവൻ ഇപ്പോൾ വ്യൂവേഴ്സ് കൂടുന്ന നെഗറ്റീവ് വ്യൂവേഴ്സിനും പൈസ കൊടുക്കുന്ന കാലമാണ് ഇതിപ്പോൾ. അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അതിന് ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് വരും, ശരിയല്ലേ? അതെ. ആ പേയ്മെൻറ്റുകളിലും ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ രാഷ്ട്രീയ മെസ്സേജുകൾ നമ്മൾ കുറച്ച് തീവ്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുന്ന പേജുകളാണ് നമ്മുടെയൊക്കെ. ഇപ്പം തീവ്ര നിലപാടിൽ നമ്മളൊരു ഇച്ചിരി കാര്യങ്ങൾ ഇട്ട് നോക്കി എഫ് ബിയിൽ ബ്ലോക്ക് ആവില്ലേ? അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സാധാരണ ആളുകളിലേക്ക് പോകുന്ന രീതിയിൽ മെസ്സേജ് ഇടുന്നവരെ നമ്മൾ ഒരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഒരു കാര്യത്തിലൊരു നിയന്ത്രണം വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ കൊട്ടി ആഘോഷിക്കാൻ നടക്കുമ്പോഴാണ് ഈ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ എത്രയോ നല്ല കലാകാരന്മാരുള്ള ഫീൽഡായത്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ ജീവിക്കുന്നില്ലേ കുടുംബമായിട്ട്, എത്രയോ നല്ല. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ സൂപ്പർ സ്റ്റാർമാർ എത്ര പേരുണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ, ഇവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇവരെപ്പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എത്ര ഭംഗിയായിട്ട് സന്തോഷം, ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ കുടുംബമായിട്ട് ജീവിച്ച നാടായത്. അവർക്കിവിടെ ജീവിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർ കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ? അങ്ങനെയുള്ള കലാകാരന്മാർ ഈ ബിഗ് ബോസിൽ വരുന്ന എല്ലാവരെയും വിളിച്ചിട്ട് നാളെ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് കൊണ്ടുവന്ന് മറ്റേ സരോജ് കുമാർമാരാക്കി മാറ്റുമ്പോഴാണ് ഇതേപോലുള്ള കള്ള സരോജ് കുമാർമാരും ഉണ്ടായി വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ശരിയല്ലേ പ്രജിതേ? അത് ശരിയാണ്.